ഓണാഘോഷത്തിന്റെ നിറവിലാണ് തലസ്ഥാന നഗരി. ദീപാലങ്കൃതമായ രാത്രിയിൽ മഴ കൂടിയെത്തിയതോടെ നഗരമാകെ മിന്നിത്തിളങ്ങി. കോരിച്ചൊരിയുന്ന മഴയിൽ മിന്നിത്തിളങ്ങുന്ന അനന്തപുരി അത് കണ്ടാലും കണ്ടാലും മതിവരാത്ത കാഴ്ചയാണ്. ആദ്യം ചെറു ചാറ്റൽ മഴ, പിന്നീട് അതിന് ശക്തി കൂടി. എങ്കിലും സന്ദർശകരെ അതൊന്നും ബാധിച്ചില്ല. മഴയിൽ കുടയും ചൂടി ദീപഭംഗി ആസ്വദിച്ച് അവർ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഇഷ്ടപ്പെട്ടു. ഫുൾ കണ്ടു. സിറ്റി ഫുള്ള് സൂപ്പറാണ്. എല്ലാ ഓണത്തിനെക്കാളും ഇപ്രാവശ്യം നല്ലതായിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. കനകൊന്ന് വിഷയമാണ്, മാസമാണ് ചേച്ചി. പാർക്കിംഗ് സ്പേസ് എല്ലാവരും ചെയ്തായിരുന്നു. അത് എന്റെ റിക്വസ്റ്റ് ആണ്. മഴത്തുള്ളികൾ ദീപങ്ങളിൽ വന്ന് വീണപ്പോൾ കനകക്കുന്നിന്റെ സൗന്ദര്യം ഇരട്ടിയായി. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സാക്ഷിയായത്. അതുകൊണ്ട് തന്നെ ഓണാഘോഷത്തിന്റെ പ്രധാന വേദിയിൽ ആയിരങ്ങളാണ് വന്നു ചേർന്നത്. നല്ല ഭംഗിയുണ്ട്. മഴയാണെങ്കിലും വളരെ ആസ്വാദ്യകരമാണ്. എന്തായാലും ഇവിടെ വരാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്. മഴയാണെങ്കിലും ധാരാളം ആൾക്കാർ വന്നു ചേരുന്നുണ്ട്. മൊത്തത്തിൽ വളരെ ആകർഷകമായിട്ടുള്ള ലൈറ്റിങ്ങും അതേപോലെ തന്നെ പ്രോഗ്രാംസുമാണ്. ഈ മഴ ഒരു തടസ്സമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മഴ നനഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും കാണുകയാണ്. അത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നിയമസഭയും നഗരസഭയും സെക്രട്ടേറിയറ്റുമെല്ലാം ഒരുപോലെ മനോഹരമായ രാത്രികളാണ് കടന്നു പോകുന്നത്. അത് ആസ്വദിച്ചു തീർക്കുന്ന തിരക്കിലാണ് ജനങ്ങളും. നല്ല ലൈറ്റാണ്. ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. എല്ലാ ലൈറ്റും അറേഞ്ച്മെൻറ്റ്സും എല്ലാം നന്നായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി നന്നായിട്ടുള്ളതായിട്ടാണ് തോന്നുന്നത്. എല്ലാ വർഷവും ഓണക്കാലത്ത് തിരുവനന്തപുരം ദീപങ്ങളാൽ അലങ്കരിക്കാറുണ്ട്. എന്നാൽ ഓരോ വർഷവും ആ അലങ്കാരത്തിൽ എന്തെങ്കിലും വ്യത്യസ്തത കാണും. ഇത്തവണ മഴ കൂടിയെത്തിയപ്പോൾ അതും ഒരു വേറിട്ട അനുഭവമായി. ഒരു മഴയ്ക്കും തോൽപ്പിക്കാൻ കഴിയുന്നതല്ല കനകക്കുന്നിലെ ഈ ദീപഭംഗി. അതുകൊണ്ട് തന്നെ സന്ദർശകരുടെ എണ്ണത്തിലും യാതൊരു കുറവുമില്ല. ക്യാമറാമാൻ ചന്ദ്രജോസിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.